നമസ്കാരം ചേട്ടാ. നമസ്തേ. ഒടുവിൽ നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. MLA സ്ഥാനം നഷ്ടമാവുന്നതിന് മുമ്പ് തന്നെ വി അൻവർ രാജിവെച്ചിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്? അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കുമോ? അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി, ഇതേ തുടർന്ന് മറ്റു മുന്നണികളുടെയൊക്കെ ഒരു പ്രതികരണം. വാസ്തവത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. സന്തോഷം. അൻവറിൻ്റെ രാജി വാസ്തവത്തിൽ അതൊരു കുതന്ത്രമാണ്, രാഷ്ട്രീയ കുതന്ത്രത്തിൻ്റെ ഭാഗമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദർശ രാഷ്ട്രീയത്തിൻ്റെ നേരും നിറയും കാണിച്ചതല്ല. കാരണം ഇനി 1.25 വർഷം ബാക്കിയുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റവും മോശം അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും ഒരു അനാവശ്യമായ ചെലവ് സർക്കാർ ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാട്. 1.25 വർഷത്തിന് വേണ്ടി ഇനി ഒരു MLA തിരഞ്ഞെടുക്കുക. ഇവിടെ വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം UDF പിന്തുണയോടെ മത്സരിക്കാം, ഇല്ലെങ്കിൽ UDFന്റെ പിന്തുണ കൊടുക്കാം. അൻവറിന്റെ രാജി ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന UDFനകത്താണ്. കാരണം അവിടെ നിലമ്പൂർ സ്ഥാനാർത്ഥിയാവാനും നിലമ്പൂർ പിടിക്കാൻ നിൽക്കുന്ന നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിന്റെ നില പരുങ്ങലിലാവും. അതുകൊണ്ട് തന്നെ UDFലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒരു ആദർശ രാഷ്ട്രീയം എന്ന് പറയാൻ സാധിക്കില്ല അല്ലേ? കാരണം വ്യക്തിപരമായി CPM-ൽ നിന്ന് ജയിച്ചു, CPM പിന്തുണയോട് ജയിച്ചു, CPM-ന്റെ പിണറായി പക്ഷത്ത് നിന്ന് ഏറെക്കുറെ കാര്യങ്ങൾ ചെയ്തു, ലീഗലും ഇല്ലീഗലുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. തീർച്ചയായും. അപ്പൊ അതൊക്കെ നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നതാണ്. പിണറായിയെ കൂടുതലായി പിന്തുണച്ച നേതാവാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള MLA ആണ്. ഇന്നിപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും പിണറായി സത്തെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ CPM-ന്റെ തെറ്റുകളോ അല്ലെങ്കിൽ ആ പാർട്ടിയിൽ വന്ന അപജയമോ ആശയ പ്രശ്നങ്ങളോ ഒന്നുമല്ല പറയുന്നത്. തികച്ചും വ്യക്തിപരമായ കാര്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ല, അത് തന്നെയാണ് പിണറായി ഏറ്റവും കൂടുതൽ അനുകൂലിച്ചുകൊണ്ട് പിണറായിയുടെ തണലിൽ വേണ്ടാധീനങ്ങളും ഒക്കെ കാണിച്ച രാഷ്ട്രീയ യാതൊരു ധർമ്മബോധവും ഇല്ലാതെ, രാഷ്ട്രീയ ബോധവും ഇല്ലാതെ ഒരുപാട് ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ ചെയ്ത് വന്നയാളാണ് വി അൻവർ. സ്വാഭാവികമായിട്ട് അൻവറിന് ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ മധുരമുള്ള സാധനം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള സാധനമാണ് പാല്. പാല് പുളിക്കുമ്പോഴാണല്ലോ വൃത്തികെട്ട നാറ്റം വരുന്നത്. അതിൽ ഏറ്റവും വലിയ അടുപ്പത്തിലിരിക്കുന്ന ആളുകൾ പിരിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശത്രുത കൂടുന്നത്. ഇപ്പോ വി അൻവറിന്റെ എല്ലാ ശത്രുതയും പിണറായിക്ക് നേരെയാണ്. അയാൾ കുന്തമന് തിരിച്ചു വെച്ചിട്ടുള്ളത്. പിണറായിയും കുടുംബവും നടത്തുന്ന അഴിമതി അസഹനീയമാണ്. അത് അസംബ്ലിയിൽ ചർച്ച വന്നപ്പോഴൊക്കെ വേദന തോന്നി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇത് ഒരു കപട രാഷ്ട്രീയത്തിന്റെ ഇതാണ്, ആദർശ രാഷ്ട്രീയം അല്ല. ഇതിനും ഇത്തരം രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. 1.25 വർഷത്തേക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടി? ആരെ സഹായിക്കാനാ? ആർക്ക് വേണ്ടിയാ? നമ്മുടെ ഖജനാവിലെ പണം മുടിക്കാം എന്നല്ലാണ്ട് ഇതുകൊണ്ട് ആർക്ക് ജനാധിപത്യത്തിന് എന്തെങ്കിലും ശക്തി പകരുന്നുണ്ടോ? ജനാധിപത്യത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മാത്രമല്ല, ആ ഒരു മണ്ഡലത്തിന്റെ ഒരു ഭൂപ്രകൃതി, അവിടുത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷം കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും തോന്നുന്നു. കാരണം ഞാൻ മലപ്പുറം ബ്യൂറോയിൽ ജോലി ചെയ്ത ആളാണ്. ആ സമയത്താണ് കവളപ്പാറ ദുരന്തം ഉണ്ടാകുന്നത്. കവളപ്പാറ ഈ നിലമ്പൂരിൻ്റെ ഭാഗമാണ്. അന്ന് വി അൻവർ അത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുകയും നല്ല ബന്ധമായിരുന്നു. അത്തരത്തിൽ ഇപ്പോഴും കവളപ്പാറ പോലുള്ള ദുരന്തം നടന്ന മേഖലകളിൽ ആദിവാസി വിഭാഗങ്ങൾ, കരുളായി പോലുള്ള, ഇരുളം പോലുള്ള ആ മേഖലകളിലൊക്കെ ആദിവാസി വിഭാഗങ്ങളടക്കം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നേരത്തെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തേണ്ട അവസ്ഥ വന്നത് ഈ കാട്ടാന ഇറങ്ങി വരുന്നത് പോലുള്ള പ്രശ്നങ്ങളാണ്. അത്തരം പ്രശ്നങ്ങളിലൊന്നും തന്നെ ഇടപെടാൻ ഇനിയൊരു ജനപ്രതിനിധി ഇല്ല. ആ രീതിയിൽ നോക്കുമ്പോൾ ജനങ്ങളെ വഞ്ചിക്കുക കൂടിയല്ലേ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും. കവളപ്പാറ, ഇരുളം, അതുപോലെ കരുളാലയം ഇല്ലേ, കരുളായി തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ടായ ദുരന്തങ്ങൾ, അല്ലെങ്കിൽ കവളപ്പാറ ദുരന്തം തന്നെ, ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇന്ന് വരെ ഒരു സഹായവും കൃത്യമായ സഹായവും ചെയ്യാൻ ഈ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല. MLA എന്ന രീതിയിൽ വി അൻവർ അവിടെ തികഞ്ഞ പരാജയമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അവിടെ പരാജയം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ മണ്ഡലമാണല്ലോ. തീർച്ചയായും. അപ്പോ എന്തിനെ ബേസ് ചെയ്താണ്, എന്ത് ആദർശം പറഞ്ഞുകൊണ്ടാണ് ഇവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുക? മലയോരവാസികൾ, ആദിവാസികൾ, ഇന്നലെ സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന ഉണ്ട്. 1 ലക്ഷം കോടി രൂപയാണ് അത്ര കേരളത്തിൽ ആദിവാസികൾക്ക് നീക്കിവെച്ച പണം വകമാരി ചെലവാക്കിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് യാതൊരു പ്രതിബദ്ധതയും ഈ വിഭാഗങ്ങളോട് കാണിക്കുന്നില്ല. മണ്ണിന്റെ മക്കളോട്, അടിസ്ഥാന ജനവിഭാഗത്തോട്, അല്ലെങ്കിൽ അശരണായ ജനങ്ങളോട് യാതൊരുവിധ പ്രതിബദ്ധതയും കാണിക്കാത്തൊരു സർക്കാർ. അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് ഇത്രയും കാലം വി അൻവർ.
അൻവറിന്റെ വ്യക്തിഗത രാഷ്ട്രീയമാണ്, വ്യക്തിഗത താല്പര്യമാണ് ഇപ്പോൾ CPM-ൽ നിന്ന് അല്ലെങ്കിൽ പിണറായി പക്ഷത്ത് നിന്ന് പുറത്തു പോകാൻ കാരണം രാജിയിലേക്ക് വന്നത്. അതൊരു ആദർശ രാഷ്ട്രീയത്തിന്റെ അല്ല. അദ്ദേഹത്തിന്റെ തടയണ പൊളിച്ചത് മുതൽ അതിനടുത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ നിയമങ്ങളിലേക്ക് കൊണ്ടുള്ള പാർക്ക്, ഇത്തരം എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും അനുകൂലിച്ചിരുന്നു CPM. എവിടെയോ ഒരു ഭാഗത്തുനിന്ന് തെറ്റി അത് പൊളിക്കേണ്ടി വന്നു. അതുമുതലാണ് അത്ര ഗവൺമെന്റുമായിട്ട് തെറ്റിയത്. അതുമുതലാണ് വിശ്വസ്തനായ തന്റെ ദൈവം എന്നൊക്കെ ഒരിക്കൽ പറഞ്ഞിരുന്ന പിണറായി ഇപ്പോ കൊള്ളാതായി തീർന്നത്. പിണറായിക്കെതിരെ വ്യക്തിഗത ആരോപണങ്ങൾ, പിണറായിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കുമെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ മാന്യതയുമില്ലാതെ അദ്ദേഹം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഈ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേക ചലനങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ പ്രത്യേക ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷെ UDF-ൽ അത് ചില പ്രശ്നങ്ങളുടെ അലയൊലികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത്. എന്തായാലും രാജിവെച്ചു. ഇനി വരുന്ന മണിക്കൂറുകൾ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നമുക്ക് നോക്കി കാണാം. നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി രാജിവെക്കാനുള്ള വേറെ മാർഗമില്ല. തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയോ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അങ്ങനെ പ്രവർത്തിക്കുകയോ ചെയ്യണമെങ്കിൽ രാജിവെച്ചേ പറ്റൂ. അപ്പോ ഒരു ആദർശ രാഷ്ട്രീയം എന്നതിനപ്പുറം നിലനിൽപ്പ് രാഷ്ട്രീയമാണ്. എനിക്ക് തോന്നുന്നത് ഒരു 4 മാസത്തിനിടയിൽ ഒരു DMK ഉണ്ടാക്കി, അതിനിടയിൽ സ്റ്റാലിനുമായി ഒറിജിനൽ DMK-യിൽ ചേരാൻ നോക്കി. ഇപ്പോഴിത് 3ാമത്തെ പാർട്ടി. ഒരു 4 മാസത്തിനിടയിൽ 3 പാർട്ടികൾ ഉണ്ടാക്കിയാണ്. 4 മാസങ്ങളിൽ 3 പാർട്ടി എന്ന് പറയുമ്പോൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ആദർശ രാഷ്ട്രീയമാണ്. അതെ, വ്യക്തിഗതമായ തന്റെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുവാനും തന്റെ തെറ്റുകൾ മൂടിവെക്കാൻ ആരാണോ സഹായിക്കുന്നത്, തന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മൂടിവെക്കാൻ ആരാണോ സഹായിക്കുന്നത്, അവരെ കൂടെ നിർത്താനും അവരുടെ കൂടെ ചേരാനുള്ള താല്പര്യമാണ്. അല്ലെങ്കിൽ DMK ഉണ്ടാക്കി സ്റ്റാലിനുമായി ചേരാൻ ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു. പിന്നെ തൃണമൂൽ കോൺഗ്രസിൽ പോയി ചേർന്നു. ആ സമയത്താണ് അവിടെ ഈ തൃണമൂൽ മറ്റൊരു പാർട്ടിയിൽ ചേരുമ്പോൾ, സ്വതന്ത്രൻ മറ്റൊരു പാർട്ടിയിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് രാജിവെച്ചു, നിൽക്കക്കളിയില്ലാതെ രാജിവെച്ചതാണ്. അതിനിടയിൽ സ്വതന്ത്രനായിട്ട് തന്നെ ലീഗിലൂടെയോ അല്ലെ കോൺഗ്രസിലൂടെയോ UDF-ല് ചേരാൻ, ലീഗിൽ പോകാൻ അദ്ദേഹം പണക്കാട് തങ്ങളെ പോയി കണ്ടിരുന്നു. ലീഗിൽ കൂടി UDF-ലേക്കുള്ള പ്രവേശനം, കോൺഗ്രസിൽ ചെല്ലാൻ തീരുമാനം ഒരു ശ്രമം നടത്തിയിരുന്നു. അത് രണ്ടും പരാജയപ്പെട്ടപ്പോ നിൽക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയിലാണ് ഈ രാജി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു ജനങ്ങളെ വെല്ലുവിളിക്കലാണ്. തനിക്ക് 5 വർഷത്തെ കാലാവധിയുള്ള അതിനുവേണ്ടി വോട്ട് ചെയ്ത തന്റെ മണ്ഡലത്തിലെ വോട്ടർമാരോടുള്ള വെല്ലുവിളിയാണ്. ഇത് തികച്ചും ജനാധിപത്യ. ചേട്ടാ, ഇതിൽ മറ്റൊരു വശം കൂടിയില്ല. ഈ അമിതമായി ഇടതുപക്ഷം, പ്രത്യേകിച്ച് മുസ്ലിം മത വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ ഇടത് സ്വതന്ത്രരായി നിർത്തുകയും ഒടുവിൽ ഈ ഇടതുപക്ഷത്തിനെ അവര് കാലുവാരി കൊണ്ടുപോകുന്ന നിരവധി മുമ്പ് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരുപാട് പാഠം പഠിക്കുമോ ഇടതുപക്ഷം? പാഠം പഠിക്കാൻ സാധ്യതയില്ല. പാഠം പഠിക്കാന്ന് വെച്ചാൽ താൽക്കാലിക വിജയങ്ങളാണ്. ഈ വരുന്നവരെല്ലാം വലിയ പണസ്വാധീനമുള്ളവരോ പണം കണ്ടെത്താൻ പേയ്മെന്റ് സീറ്റുകൾ അല്ലെങ്കിൽ പണം റൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അത്തരം ലോബികളെ എപ്പോഴും കൂടെ നിർത്തിയോ. നമുക്കറിയാം, കൈരളി ചാനൽ തുടങ്ങിയപ്പോൾ അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിൽ വന്ന ആളുകൾ ആരൊക്കെയാണ്? ഏറ്റവും കൂടുതൽ പണച്ചാക്കുകളാണ്. കേരള കർണാടക അതിർത്തിയിൽ മദ്യവിൽപ്പനയും നടക്കുന്ന മദ്യരാജാക്കന്മാർ മുതൽ മമ്മൂട്ടി വരെയുള്ള വലിയ പൈസക്കാരാണ് അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ട് വന്നിട്ടില്ല. അതിനകത്ത് യാതൊരു പാർട്ടി ബന്ധമൊന്നും നോക്കിയിട്ടൊന്നുമില്ല. പണമുള്ളവരെ കൊണ്ടാണ്. അപ്പൊ ഇത്തരം പണച്ചാക്കുകൾ, ചാക്ക് രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, അങ്ങനെയുള്ള പണക്കാര് പാർട്ടിയുടെ എക്കാലത്തെയും ചങ്ങാതിമാരാണ്. ആ ചങ്ങാത്ത രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാവില്ല. ആ ചങ്ങാത്ത രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സ്വതന്ത്രന്മാരെ ഇവർ കൊണ്ടുവരുന്നത്, പേയ്മെന്റ് സീറ്റിൽ നിർത്തുന്നതും വിജയിപ്പിക്കുന്നതും. പിന്നെ അവർക്ക് തന്നെ അത് തലവേദനയായിട്ട് വരുന്നു എന്നുള്ളതാണ് സത്യം.